നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാറുള്ളവരാണ്. അപ്പോൾ ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ സേഫ് ആയിട്ട് നല്ല പ്രൊഡക്ട്സ് ഈ ഓൺലൈനിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ടുള്ള ചെറിയ ട്രിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനൊന്നും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ, അതുപോലെ മിന്ത്ര, മീഷോ, അജിയോ, അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ നമുക്കിന്ന് അവൈലബിൾ ആണ്. നമ്മൾ മെയിനായിട്ട് മേടിക്കുന്ന ഫ്ലിപ്കാർട്ട്, ആമസോൺ ആപ്ലിക്കേഷനുകൾ തന്നെയാണ്. ഇതിൻ്റെ പ്രൈം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ഫീച്ചേഴ്സും അതുപോലെ തന്നെ പെട്ടെന്ന് ഫാസ്റ്റ് ഡെലിവറിയും പെട്ടെന്ന് ഓഫറുകളുടെ ആക്സസും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇല്ലാത്തവർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നടന്നു പോകുന്നതായിരിക്കും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ സ്ഥലത്തും പിന്നെ ഡെലിവറി സ്പീഡൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഫ്ലിപ്കാർട്ട് ആണ് വളരെ ഫാസ്റ്റ് ഡെലിവറി, ആമസോൺ സ്ലോ ആയിട്ട് ഡെലിവറിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നോക്കുന്ന ഒരു പ്രൊഡക്റ്റ് രണ്ട് ആപ്ലിക്കേഷനും ഉണ്ട് അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷൻസിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നോക്കി മേടിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രിക്കുകളിലേക്ക് പോകാം. ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വേണമെന്ന് നമ്മളിപ്പോൾ ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാൻറ് അല്ലെങ്കിൽ ഒരു മൊബൈൽ എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ ഇഷ്ടപ്പെട്ട മോഡൽ, ഇപ്പോൾ ഒരു ഷർട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ, നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പല പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ വില അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കുക. ഏറ്റവും പ്രധാനമായി നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ മെയിനായിട്ട് നോക്കണം. ഇപ്പോൾ ഒരു ഫോൺ ആണെങ്കിൽ അതിൻ്റെ പ്രൊസസ്സർ, ക്യാമറ, ഡിസൈന്, ബിൽറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ നോക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള നോട്ടം നോക്കേണ്ടി വരും. ഡ്രസ്സുകൾ നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വില അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫോട്ടോസ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആർത്തി പിടിച്ച് ആക്രാന്തം പിടിച്ച് പെട്ടെന്നൊരു സാധനം നമ്മൾ ഓർഡർ ചെയ്യരുത്. നമ്മൾ ദൃശ്യം സിനിമയിൽ പറയുന്ന പോലെ തന്നെ ക്ഷമ വേണം, സമയമെടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്നതിന് ശേഷം എല്ലാം നമ്മൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നല്ല കുറേ പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കാർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷ് ലിസ്റ്റിലേക്കോ ആഡ് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകളുടെ റേറ്റിംഗ് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നോക്കണം. അതായത് ആ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ ഏതൊരു ഓൺലൈൻ ആപ്ലിക്കേഷനും എല്ലാ പ്രൊഡക്റ്റിനും ഒരു റേറ്റിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു 3 സ്റ്റാറിന് താഴേക്കുള്ള റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റുകളും വാങ്ങരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അങ്ങനെ വാങ്ങിക്കാതിരിക്കുക. ആ ഒരു ആപ്ലിക്കേഷനും അത് റെഡ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഒരു പച്ച കളറുള്ളതാണ് ഒരു 3 സ്റ്റാറിനേക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു 3.5 മുകളിലേക്കൊക്കെ ഉള്ളതാണെങ്കിൽ വലിയ ആവറേജ് ഒരു റേറ്റിംഗ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റിങ്ങുകളുടെ എണ്ണം നോക്കുക. ഇഷ്ടംപോലെ റേറ്റിംഗ് ഉള്ളതാണ് അത്, എന്നിട്ട് അതിനൊരു 4 സ്റ്റാർ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. ആ ഒരു സെല്ലറിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നല്ലതാണ്, നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 2 റേറ്റിംഗ് ഉണ്ട്, അതിന് 5 സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതിൻ്റെ റേറ്റിങ്ങിൻ്റെ നമ്പർ നോക്കുക. അതുപോലെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ലാസ്റ്റ് 7 ദിവസങ്ങളിൽ എത്ര ആൾക്കാർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അതിൻ്റെ റേറ്റിങ്ങുകൾ വായിച്ച് നോക്കുക. അതിൻ്റെ റേറ്റിംഗ് എടുത്തതിന് ശേഷം അതിൻ്റെ 1 സ്റ്റാർ റേറ്റ് ചെയ്തിരിക്കുന്നവരുടെ, 2 സ്റ്റാർ റേറ്റ് ചെയ്തിരിക്കുന്നവരുടെ, അങ്ങനെ എല്ലാവരുടെ റേറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതിൽ നിന്നൊരു ഏകദേശം ഒരു പിടി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ കമൻറ്റുകൾ നമ്മൾ വായിച്ച് നോക്കുക. പലരും പലതരത്തിലുള്ള കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാകും. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ ജെന്യൂൻ ആയിട്ട് തോന്നുന്ന റേറ്റിങ്ങുകളെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു കിട്ടിയിരിക്കുന്ന ആളിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അവർ കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഫോട്ടോസ്, ആമസോൺ ആണെങ്കിൽ വീഡിയോ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഇതൊരു വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാത്ത പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ഈ കാർട്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുക. അത്യാവശ്യം കൊള്ളാവുന്ന സാധനങ്ങളെല്ലാം മാത്രമാക്കി നമ്മുടെ ആ ഒരു ലിസ്റ്റ് ചുരുക്കുക. പിന്നെ നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി അല്ലെങ്കിൽ റിട്ടേൺ പോളിസി കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഉടുപ്പ്, ഷൂസ്, അങ്ങനെ അല്ലെങ്കിൽ ഡ്രസ്സ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഫാഷനിലെ ഐറ്റംസ്
അതുപോലെ തന്നെ ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നിർബന്ധമായിട്ടും റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് നോക്കണം. എല്ലാത്തിനും തന്നെ കാണും റിട്ടേൺ പോളിസി ഇല്ലാത്തതൊന്നും അവരിടാൻ സാധ്യതയില്ല. എങ്കിലും റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ റിട്ടേൺ പോളിസി എന്ന് പറയുമ്പോൾ ആ ഒരു സാധനം റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്ത പൈസ തിരിച്ച് കിട്ടുമോ എന്നുള്ളതും അല്ല റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതും നോക്കുക. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഉടുപ്പ് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഉടുപ്പ് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റിപ്ലേസ് ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ, പക്ഷേ പൈസ തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നോക്കുക. അതുപോലെ തന്നെ വാറണ്ടി ഇൻഫർമേഷൻസ് നോക്കുക. വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം തന്നെ 1 വർഷം വാറണ്ടി ഉണ്ടായിരിക്കും. ആ ഒരു വാറണ്ടി ഇല്ലാത്ത ഉപകരണങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കാം. 1 വർഷമെങ്കിലും മിനിമം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വാറണ്ടി വേണം. അതുപോലെ തന്നെ തുണിക്ക് എല്ലാത്തിനും ഗ്യാരണ്ടി അവർ തരത്തില്ല. അതുപോലെ തന്നെ ഷൂസിനും വാറണ്ടികൾ കാണും. അങ്ങനെയുള്ള വാറണ്ടി ഇൻഫർമേഷൻസും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പോൾ ബോട്ടിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റിനും 1 വർഷം വാറണ്ടി ഉണ്ട്. അവരുടെ വാറണ്ടി ക്ലിയർ ആയിട്ട് അവർ ക്ലെയിം ചെയ്ത് തന്നിരിക്കും. അതിൽ യാതൊരു പ്രശ്നങ്ങളും. അപ്പോൾ ബ്രാൻഡ് വാല്യൂന് അതിന് പ്രത്യേകതയുണ്ട്. ആ ഒരു വാറണ്ടി, റീപ്ലേസ്മെൻറ്റ്, റിട്ടേൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക. അതെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ 5ാമതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ മേടിക്കാൻ പോകുന്ന ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണെങ്കിൽ ഒരു ഫോൺ, ലാപ്ടോപ്പ്, ഇയർപോഡ്, ഹെഡ്സെറ്റ്, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ മിക്കവാറും എല്ലാ അത്യാവശ്യ റേറ്റിങ്ങുള്ള എല്ലാ പ്രൊഡക്റ്റുകളുടെയും തന്നെ റിവ്യൂസ് നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് മലയാളത്തിലെ യൂട്യൂബേഴ്സ് ഏതൊക്കെ വാച്ചിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ഗാഡ്ജറ്റുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഗാഡ്ജറ്റുകളായിരിക്കും മലയാളത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ. ഹിന്ദിക്കകത്ത് എല്ലാ ഡിവൈസുകളുടെയും തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഹിന്ദി എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് റേഞ്ച് ഓഫ് യൂട്യൂബേഴ്സ് ആ ഒരു ഹിന്ദിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂട്യൂബേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് മിക്കവാറും എല്ലാ പ്രൊഡക്റ്റുകളുടെയും റിവ്യൂസ് നമുക്ക് കാണാനും എന്താണ് സംഭവം എന്ന് കൃത്യമായിട്ട് കണ്ടറിയാനായിട്ടും സാധിക്കും. അതുകൊണ്ട് ഗാഡ്ജറ്റുകളുടെ മേടിക്കുമ്പോൾ ദയവ് ചെയ്ത് യൂട്യൂബ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ലിസ്റ്റ് വീണ്ടും ചുരുങ്ങും. ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അവിടുന്ന് കളയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇനി കുറച്ച് ബോണസ് പോയിന്റ്സ് പറയാം. അത് നമുക്ക് ജസ്റ്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രൈസ് നോക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ പൈസ ഒരു വിഷയമല്ലാത്തവർക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ നോക്കി, ഇഷ്ടപ്പെട്ട നിങ്ങൾ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം നോക്കി, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നോക്കി, ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയുള്ള ഡ്രസ്സ് നോക്കിയിട്ട് ഒരെണ്ണം ജസ്റ്റ് മേടിക്കാമെന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനിയിപ്പോൾ പ്രൈസും കാര്യങ്ങളും കൂടെ നോക്കുന്നവർക്ക് വേണ്ടിയാണ് കുറച്ച് ബോണസ് ട്രിക്സും കൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് നോക്കുക, അതിൻ്റെ പ്രൈസ് നോക്കുക, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഡിസ്കൗണ്ട് നമുക്ക് പിന്നെ നോക്കാം. ഏതായാലും അതിൻ്റെ ബ്രാൻഡ് വാല്യൂ നോക്കുക. അതിൻ്റെ ബ്രാൻഡ് ഇപ്പോൾ ഒരു ഷൂസ് മേടിക്കാൻ നേരത്തെ നമ്മൾ നോക്കുമ്പോൾ പ്യൂമ, അഡിഡാസ് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ അവരുടെ സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ ഷൂസ് നല്ലതായിരിക്കുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രാൻഡഡ് ഷൂസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അതിനേക്കാളും ഒരുപാട് വില കുറച്ച് കിട്ടണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ കുറേയും ബ്രാൻഡഡ് അല്ല എന്നുള്ള കാര്യം കൂടെ നോക്കുക. അതുപോലെ തന്നെ ഒരേ സാധനം തന്നെ ഒന്നിൽ കൂടുതൽ സെല്ലേഴ്സ് വിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസുള്ള ഏത് സെല്ലറിനാണ് നോക്കുക, അതും സെലക്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ അത്യാവശ്യം എല്ലാം സെലക്ട് ചെയ്ത് ഒരു 1-2 ഒക്കെ ആയിട്ട് ലിസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു ഇത് മേടിക്കാൻ പോവുകയാണെന്ന് നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞ് pricebefore.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഈ ഒരു pricebefore.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് എത്ര വരെ വില കുറച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. എപ്പോഴൊക്കെയാണ് വില കുറച്ച് വന്നിട്ടുള്ളത്, കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം വില കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കിടക്കുന്ന വിലയും ആ ഒരു കുറഞ്ഞ വിലയുമായിട്ട് കമ്പയർ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ തന്നെ ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ പിന്നെ ഓഫറുകൾ അടുത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ആമസോൺ പ്രൈമിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരുന്നുണ്ട്. ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഇപ്പോൾ പ്രൈം യൂസേഴ്സിന് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ പ്രൈം അല്ലാത്തവർക്ക് 8-ാം തീയതിയോ അങ്ങനെ 8 മുതൽ 12 അങ്ങോട്ടാണ് ആ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. അപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വെക്കുമ്പോൾ തന്നെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ സെയിൽസ് വെക്കും. അതുകൊണ്ട് ഈ ഒരു 2 ഓഫർ നമുക്ക് ഒരു സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കി വെച്ച് കഴിഞ്ഞ് ഒത്തിരി കാലം അല്ലെങ്കിൽ ആ ഒരു ഓഫർ നമുക്ക് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു ഓഫർ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റിന് വില കുറയും. ഇനിയിപ്പോൾ വില കുറയുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ വില കുറയുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. റേറ്റിങ്ങും കമൻറ്റുകളും വീഡിയോസും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസും എല്ലാം റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അത്യാവശ്യം വിവരങ്ങളെല്ലാം ലഭിക്കും. ഓടിച്ചാടി ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിന്നീട് അബദ്ധമാകാൻ സാധ്യതയുണ്ട്.
റിട്ടേൺ പോളിസി ഇല്ല, റീപ്ലേസ്മെൻറ്റ് പോളിസി ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തിരിച്ചയക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോകും. സോ അങ്ങനെയാണ് നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് കൃത്യമായിട്ട് ചെയ്യുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ആക്രാന്തം പിടിക്കാതെ സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത് വീഡിയോക്കാരെ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.